ഇറാനിൽ തീമഴ. ഒരേ സമയം 60 കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. സൈനിക ആണവ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലും ആക്രമണമുണ്ടായി. വിവരങ്ങളുമായി ഐസൻ ജോസുണ്ട്. ഐസൻ, ഇറാനിൽ ഇപ്പോഴും കടുത്ത ആക്രമണം തന്നെയാണല്ലേ? തീർച്ചയായും കടുത്ത ആക്രമണം തന്നെയാണ് ഇറാനിൽ ഇസ്രായേൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുമെന്ന നിലപാടാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതായത് അത് തന്നെ വളരെ കൃത്യമായൊരു നിലപാട് അതിൽ നിന്നും ചിലത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂട്രലായ ഒരു നിലപാടിലേക്കല്ല, ഇറാനെ ആക്രമിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആക്രമിക്കും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തത്. ഇത് കൃത്യമായ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിലൊരു സൂചനയുടെ സാഹചര്യത്തിലാണ് നിലവിലെ യുദ്ധത്തിന്റെ സാഹചര്യം അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ സാഹചര്യം വന്നെത്തിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60-ലേറെ ഇടങ്ങളിൽ വൻതോതിലുള്ള ഒരു ആക്രമണം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അതിശക്തമായി ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണവ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആക്രമണം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ആണവ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുക എന്ന ലക്ഷ്യം കൃത്യമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ഇറാനെ ആ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ചില ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയും അത് റഷ്യൻ സഹകരണത്തോടെ നടക്കുന്ന ആണവ കേന്ദ്രങ്ങളെ ഒഴിവാക്കുക എന്ന രീതികളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ ഇറാനെതിരെ നടത്തുകയാണ്. ഇറാന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ, പശ്ചാത്തല സൗകര്യ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുന്ന ഒരു നീക്കവും നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള സങ്കീർണതകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ യുദ്ധം കടന്നുപോകുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. രാഖി, ഐസൻ, അതുപോലെ തന്നെ ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു, ചില നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന സൂചനകൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ടല്ലേ? തീർച്ചയായും ചില നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ചില വാർത്തകൾ, അതായത് പുലർച്ചെ പുറത്തു വന്ന ചില വാർത്തകളിൽ നിന്നാണ് ഇത്തരം ചില സൂചനകൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായ ബോംബർ വിമാനങ്ങൾ ഡീഗോ ഗാഷയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡീഗോ ഗാഷ എന്ന് പറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ സൈനിക താവളത്തിൽ ഇത്തരത്തിൽ വൻതോതിൽ ആക്രമണശേഷിയുള്ള ബോംബർ വിമാനങ്ങളെ എത്തിച്ചിരിക്കുന്നു. എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും അതീവ ഗൗരവത്തോടെ തന്നെ അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകരെല്ലാം തന്നെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ശക്തമായ ബോംബുകൾ ഈ ഒരു സാഹചര്യത്തിൽ വർഷിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, ഡീഗോ ഗാഷയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന ചോദ്യം വളരെ കൃത്യമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ് ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാനെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇറാന്റെ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള ഒറ്റയടിക്കുള്ള ഒരു ബോംബാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ട ഏതെങ്കിലും റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശദീകരണങ്ങളോ ഒന്നും തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സഖ്യകക്ഷിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം ഉണ്ടാകുമോ എന്ന് തീർത്ത് പറയാനാവില്ലെങ്കിലും ആക്രമണത്തിന് പൂർണ്ണമായും സജ്ജരായിരിക്കുന്നു എന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ വ്യക്തമാക്കിയത് ആക്രമണത്തിന് മുതിരില്ല, ഒരു പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കും പ്രവർത്തിക്കുക എന്നായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ നിലവിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒടുവിലത്തെ നിലപാട് എന്ന് പറയുന്നത് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇന്നിപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒരു കൾമിനേഷൻ അല്ലെങ്കിൽ ഒരു അവസാനം എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയൊരു ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയും അമേരിക്കയ്ക്ക് കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട്, അമേരിക്ക കൂടി ഭാഗമായ ഒരു വിഷയമാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെല്ലാം തന്നെയാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. 60 ദിവസം സമയം നൽകി, ഇപ്പോൾ ആ സമയം കഴിഞ്ഞു എന്നെല്ലാം തന്നെ ട്രംപ് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശക്തമായ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചന പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം അതിശക്തമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന.